സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 61-ാമത്തെ ശ്ലോകം. സത്യം വദാമി മമ ഭൃത്യാദിവർഗമിതുമർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമദം ഒക്കെ ത്വദർപ്പണമതാക്കിയിട്ടു ഞാനുമിത തൃക്കാൽക്കൽ വീണു ഹരി. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. ഹരേ നാരായണ, ഞാൻ സത്യമായി പറയുന്നു, എൻ്റെ ഭൃത്യർ തുടങ്ങിയവരെയും ധനം, പുത്രൻ, ഭാര്യ, ഗൃഹം എന്നിങ്ങനെ എന്നെ ബന്ധിക്കുന്നതായ എല്ലാറ്റിനെയും അവിടുത്തെ തൃപ്പാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. കാത്തുകൊള്ളണേ ഭഗവാനെ. സമ്പൂർണ്ണ ശരണാഗതിയാണ് ഇതിലെ വിഷയം. പരമഭക്തിയിലൂടെ പരമപദത്തിലെത്താൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് പറ്റുന്ന എളുപ്പ വഴിയാണ് സമ്പൂർണ്ണ ശരണാഗതി. അതാണ് ആചാര്യൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. എല്ലാം വേണ്ടെന്ന് വെച്ച് ഓടിപ്പോകലല്ല ശരണാഗതി. ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ഒരു ജീവനെ പറഞ്ഞയക്കുമ്പോൾ അവന് കുറെ കർമ്മങ്ങളിലൂടെ പോവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അതിനായി വീണ്ടും ഇവിടെ ജന്മമെടുക്കേണ്ടി വരും. എന്നാൽ ആ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പിതമായി ചെയ്യലാണ് ശരണാഗതി. തൻ്റേതാണ് എന്ന് വിശ്വസിക്കുന്ന എല്ലാറ്റിനെയും ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുക. അതോടെ അയാൾക്ക് കർത്തൃത്വം ഇല്ലാണ്ടാവും. ചുമതല ഭഗവാൻ ഏറ്റെടുത്ത് വേണ്ടതുപോലെ പരിപാലിച്ചുകൊള്ളും. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയെന്നാകിൽ. ലക്ഷ്മണോപദേശത്തിലെ വരികളാണ് ഇത്. പൂർണ്ണമായ ശരണാഗതി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. അവിടത്തേക്ക് നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ. ജയ് ഗുരുജി.